honor our chief guest with love and respect, we proceed with the felicitation ceremony. I invite Captain David Ludain, sir, for felicitation address. All glory to God. Respected Mandasacha, Daisilirikin Reverend Father, Principal Madam, my children, Jubi and Anu, all the teachers and parents and dear students. ഇന്ന് റിപ്പോർട്ട് വായന പിള്ളേരെ കൊണ്ട് നടത്തിയപ്പോൾ തന്നെ ഈ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡ് എന്തെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സ്കൂളിൻ്റെ എല്ലാ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ ഇരുന്ന് കേൾക്കാനോ അതിനുള്ള സമയം കൊടുത്ത് ചിലവഴിക്കാനോ സാധിച്ചിട്ടില്ല. ഇന്നത്തെ ഈ പുതിയ മെത്തേഡ് കണ്ടപ്പോൾ ഹൗ ദേ ആർ ഗ്രോയിങ് ഫ്രം ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് നന്നായി മനസ്സിലായി. എനിക്ക് നല്ല അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ആ പിള്ളേരെ. കൂടാതെ ഇതിന് ഒരുക്കിയ ആവഴയും ആ പിള്ളേർ ഇത്രയും നന്നായിട്ട് പഠിക്കുവാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ചേർന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ അഭിനന്ദനമാണ്. 24 വർഷം ഈ സ്കൂള് നടത്തിക്കൊണ്ടുപോകാൻ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരുണ്യം. ആരുടെയും മിടുക്കുകൊണ്ടല്ല. ഇന്ന് ഈ മണലാരണ്യത്തിൽ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വരണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അത് മനസ്സുകളിൽ തോന്നിപ്പിച്ചു. അത് നടപ്പിലായി. ദൈവനാമത്തിന് തന്നെ മഹത്വം. ഈ സ്കൂള് ഇന്ന് ഈ ചുറ്റോണ്ടിലെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം ഒരു 14 സ്കൂളിനെ കോമ്പറ്റ് ചെയ്താണ് ഈ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്കൂളുകളൊക്കെ നമ്മുടെ സ്കൂളിനെ നന്മയ്ക്കോ അല്ലെങ്കിൽ അവർ നന്നായി കോമ്പറ്റ് ചെയ്ത് അവർ നന്നാകണം എന്നുള്ള ചിന്തയിലല്ല ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കാണുന്നത്. എങ്ങനെ നമ്മളെ താറടിച്ച് കാണിക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. ദറ്റ് ഈസ് നോട്ട് ദ ബെസ്റ്റ് കോമ്പറ്റീഷൻ. നിങ്ങൾ വളരുക, ഞങ്ങൾക്ക് അതിലൊരു ദോഷവും ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ ഞങ്ങൾ വളരരുത് എന്ന് പ്രവർത്തിക്കുന്ന ചില ആളുകളും ചില ഇൻസ്റ്റിറ്റ്യൂഷനും ഇവിടെയുണ്ട്. അത് കോമൺ ഗുഡ് എന്നുള്ള അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ പോവുകയാണ്. ഞാൻ ഈ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ എന്തുമാത്രം കാര്യങ്ങൾ നടക്കുന്നു, അത് വാസ്തവമാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഇന്ന് ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ള പിള്ളേർ ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കുന്നു എന്നുള്ളതും എനിക്കറിയാം. ഏകദേശം ഒരു 10 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ പയ്യൻ്റെ മകൻ ഈ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ഞങ്ങൾ മർച്ചൻ്റ് നേവിയിലാണ് ജോലി ചെയ്യുന്നത്, അറിയാമല്ലോ. അപ്പോൾ ആ പയ്യനും മർച്ചൻ്റ് നേവിയിലെ ഒരു നല്ല പൊസിഷനിലുള്ള പയ്യനാണ്. അവൻ എന്നെ വിളിച്ച് പറയുകയാണ്, ക്യാപ്റ്റൻ, മൈ സൺ സ്പീക്സ് വെരി വെൽ ഇൻ ഇംഗ്ലീഷ്. അവൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കലാണ്. വെളിയിൽ നിന്ന് വരുന്ന ഫോൺ അവൻ അറ്റൻഡ് ചെയ്ത് പറയുന്നു, എൻ്റെ മോൻ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. ഞാൻ ഇവിടുത്തെ ഇൻ്റർ സ്കൂൾ മീറ്റ് നടന്നല്ലോ. അപ്പോൾ ഞാൻ ആ ദിവസം വന്നു. ഗ്രൗണ്ട് നന്നായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 5-6 പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ആ ഗ്രൗണ്ടിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ സ്കൂള് ഇഷ്ടമായോ? അത് വളരെ ഇഷ്ടമായി. എന്തുകൊണ്ട് ഇഷ്ടമായി? അവരിവിടുത്തെ ഫെസിലിറ്റീസൊക്കെ പറഞ്ഞു. 24 hours ഡ്രിങ്കിങ് വാട്ടർ, കളിക്കാൻ 5 ഗ്രൗണ്ട്, പിന്നെ ബാക്കിയുള്ളത് ഇവിടെ എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഗുഡ്. നിങ്ങളുടെ ഇതൊക്കെ സൗകര്യം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനമെന്ന് ഞാൻ ചോദിച്ചു. അതിനവർക്ക് മറുപടി തരാൻ അറിഞ്ഞുകൂടാ. നല്ല വിഭവസമർത്ഥമായ സമ്പൽസമർത്ഥമായ ആഹാരം വിളമ്പി വെച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്തു എന്ന് പറയുവാൻ നമ്മുടെ പിള്ളേർക്ക് പറ്റുന്നില്ല, അവരുടെ പേരൻസിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അവിടെ വൈബ്രേഷൻ മറ്റുള്ളവരുടെ കൂടെ അറിയിച്ച് അവർക്കും ഇത് അനുഭവിക്കുവാൻ സാധിക്കണമെന്നുള്ള ഒരു, ഞങ്ങൾ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നില്ല, നല്ലത് നമ്മൾ കണ്ടാൽ മറ്റുള്ളവർ അനുഭവിക്കുവാൻ അവസരം കൊടുക്കണ്ടേ.
അങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് കിട്ടാത്തതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. വീണ്ടും എൻ്റെ മോള് അനു, ഞാൻ ഒരു ദിവസം വരുമ്പോൾ ഇവിടെ ഒരു വടിയും കൊണ്ട് നിൽക്കുന്നത് കണ്ടു. എന്താ മോളെ വടിയും കൊണ്ട് നിൽക്കുന്നത്? അങ്കിള് പറയണ്ട. ഞാൻ പറഞ്ഞു, മോളെ നീ അടിക്കരുത് ആരെയും എന്ന് പറഞ്ഞു. ഇല്ല അങ്കിള്, ഈ പിള്ളേർ ഭയങ്കര ഇതാണ്, പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അപ്പം ഇപ്പോഴത്തെ നിയമം എന്ന് പറഞ്ഞാൽ പിള്ളേരെ ശിക്ഷണം കൂടാതെ വളർത്തുക. ശിക്ഷണത്തിനെ ശിക്ഷയെന്ന് മാറ്റി നമ്മൾ ഗവൺമെൻറ്റും നമ്മൾ ഓരോരുത്തരും ഇതാക്കുകയാണ്. ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്, ഒരു സാറിന് ഒരു കുട്ടിയെ ശിക്ഷണം കൊടുത്തതിൽ പേരൻസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കോർട്ടിൽ പോയി. എന്നിട്ട് ആ കോർട്ടിൽ ആ സാറ് ഭവ്യതയോടെ നിൽക്കുന്നു. അപ്പം കംപ്ലയിൻറ്റ് ചെയ്ത വക്കീൽ, അവരുടെ വക്കീൽ എല്ലാ കുറ്റങ്ങളും ആരോപിക്കുന്നു. കുറേ കഴിഞ്ഞിട്ട് ജഡ്ജ് ഇതെല്ലാം കേട്ടതിന് ശേഷം അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് ആ സാറിൻ്റെ കൈമുത്തിയിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ശിക്ഷണം തന്ന ഈ സാറില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ജഡ്ജ് പൊസിഷനിൽ ഉണ്ടാവുകയില്ല. നിങ്ങളെയൊക്കെ ഒരു പൊസിഷനിൽ എത്തിക്കുവാനായിട്ട് ചില ശിക്ഷണങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അതിനെ നിങ്ങളുടെ നന്മയ്ക്കായിട്ട് കണക്കാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ സ്കൂളിൽ കാണുന്നത് തെറ്റുകളെല്ലാവർക്കും സംഭവിക്കും, അത് ഈ യുവത്വത്തിൽ വരുന്ന പിള്ളേരെ. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പേരൻസ് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസമായിട്ട് കാണുന്നത്. അവരുടെ കുറ്റം കാണുമില്ല, ഞാൻ ഈ വയസ്സിൽ നമ്മളൊക്കെ അതുപോലെ ചെയ്തു വന്നവരാണ്. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്ത് പേരൻസ് വരിക, ഞങ്ങളോട് എതിർത്ത് പറയുക. പിന്നെ എഡ്യൂക്കേഷൻ മെത്തേഡിനെ കുറിച്ച് സംസാരിക്കാൻ വരും ചിലർ. നിങ്ങളിങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ പിള്ളേർ ഇതിനേക്കാളും നല്ല മാർക്ക് വാങ്ങിക്കുമായിരുന്നു. ഈ സ്കൂൾ നടത്തുന്നത് കണ്ടമാനം പേരുടെ അനുഭവങ്ങൾ കൊണ്ടാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളൊക്കെ സിറ്റിയിൽ പഠിച്ചു, എല്ലാം പഠിച്ചു. ഇവിടെ നിന്ന് ആളുകൾ നമ്മുടെ ഇൻ്റർനാഷണൽ സ്കൂളിലും അവിടെ ഇവിടെയും പോകുന്നു. അതൊക്കെ ഞങ്ങൾ അനുഭവിക്കണം. അവരുമായിട്ട് സംസാരിച്ച് എടുത്ത് ഇന്ന് ഈ സ്കൂളിൽ കിട്ടുന്ന ഫെസിലിറ്റീസും ഇന്നിവിടെ കിട്ടുന്ന എഡ്യൂക്കേഷനും ഇന്നിവിടെ നിന്ന് കിട്ടുന്ന ഡിസിപ്ലിനും നിങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ പോയി 3 ലക്ഷം രൂപ ക്യാപിറ്റേഷനും 30,000 മന്ത്ലി ഫീസ് കൊടുത്താൽ പോലും കിട്ടത്തില്ല. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഈ സ്കൂൾ നടത്തിക്കൊണ്ട് വന്നത് ഒരു ബിസിനസ്സല്ല. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ബിസിനസ്സല്ല. ഇറ്റ്സ് എ കോമൺ ഗുഡ്. പൊതു നന്മയ്ക്ക് വേണ്ടി ഇത് തുടങ്ങിയതാണ്. അതിൻ്റെ വിഷനുള്ള ഫൗണ്ടറും അങ്ങനെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളും നല്ലതാണ്. ഞങ്ങൾ കച്ചവടത്തിനായിട്ട് ഇത് നടത്തുന്നില്ല. അങ്ങനെ നടത്തേണ്ടി വന്നാൽ ഇത് ഞങ്ങൾ അന്ന് നിർത്തും. 1000 രൂപ, ഇപ്പോൾ 1100 രൂപ മാസം ഫീസ് തരാൻ പോലും ശേഷിയില്ലാത്ത സമൂഹത്തിലാണ് ഈ സ്കൂൾ നടത്തുന്നത്. 30 രൂപ ഒരു ദിവസത്തേക്ക്, അല്ലെങ്കിൽ 35 രൂപ വച്ച് 9 മണി മുതൽ 4 മണി വരെ ഇത്രയും ഫെസിലിറ്റീസ് തന്ന് ഇത്രയും ടീച്ചേഴ്സിനെ വെച്ച് ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഫീസ് തരാൻ പോലും സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ കഷ്ടമാണ് മക്കളെ. പരാതിയായിട്ട് കണക്കാക്കരുത്. നിങ്ങൾക്കൊക്കെ നമ്മുടെ സമൂഹം കുറേ നന്നാകണം, നല്ലവരാകണം, മെച്ചപ്പെടണം എന്നുള്ള ആ ബോധത്തോടു കൂടിയാണ് പറയുന്നത്. വഴക്ക് പറയുന്നതായിട്ടോ ഒന്നും ചിന്തിക്കേണ്ട. ഓരോരുത്തരും വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തുമാത്രം ചിലവഴിക്കുന്നു, എന്തുമാത്രം സമയമെടുക്കുന്നു. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എൻ്റെ അറിവിന് ഒരു 50 കുടുംബമെങ്കിലും തിരുവനന്തപുരത്ത് താമസിക്കുന്നുണ്ട്. മിക്കവാറും പകുതി പേരും ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഫീസ് സ്ട്രക്ചർ ചോദിച്ചാൽ ആ പണം കൊണ്ട് തന്നെ പിള്ളേരുടെ പേരിൽ ഫിക്സഡ് ഇട്ടാൽ അവൻ്റെ പഠിക്കുന്ന പിള്ളേരുടെ മക്കളുടെ മക്കൾക്ക് വേണ്ടിയും കൂടെ ആ പണം തികയും. അത് മനസ്സിലാക്കുന്നില്ല. എൻ്റെ കൂട്ടുകാരിയുടെ മോൻ വന്നിട്ട് ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്നു, അതുകൊണ്ട് ഞാനും എൻ്റെ മോനെ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കണം. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഇല്ല ഞങ്ങൾ ഈ സ്കൂളിന് വേണ്ടി ഇതിൽ വായിച്ചതാണ്, ഇത് ഉള്ളതാണ്. കാർഡിനൽ വിർച്യൂസ് ഓഫ് ലീഡർഷിപ്പ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് കമ്പാഷൻ. We are dedicated to shape responsible, promising young individuals who will emerge as future leaders and potent to catalyze a positive global change. Really, we are doing it with hard effort. ഞങ്ങൾ അക്കാഡമിക്കൽ മാർക്ക് എടുക്കുന്നതിനേക്കാളും കൂടുതൽ പ്രയാസമാണ് ഇങ്ങനെയുള്ള ഫോർമേഷൻ കൊടുക്കുന്നത്. ഈ പിള്ളേർ ഒരു ഹോണസ്റ്റി ആയിട്ടും
ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള പിള്ളേരായിട്ട് വളരണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പേരൻസിനും ആഗ്രഹമുണ്ട്. ഇന്ന് വരെ ഈ കംപ്ലയിൻറ്റ് ചെയ്ത് എനിക്ക് പിന്നെ 1-2 അനുഭവം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പഠിച്ച് വേറെ കോളേജുകളിലും മറ്റും പഠിക്കുന്ന പിള്ളേരുടെ പേരൻസിൽ നിന്ന് കിട്ടിയ 1-2 അനുഭവം കൂടി പങ്കുവച്ചിട്ട് എൻ്റെ വാക്കുകൾ നിർത്താം. ഇവിടെ 2 പിള്ളേർ വളരെ ടാക്കേറ്റീവായിരുന്നു. കംപ്ലയിൻറ്റ് കിട്ടി, ഞങ്ങൾ കണ്ടമാനം അവരെയൊക്കെ വാൺ ചെയ്തു, അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സ്കൂളിൽ. അങ്ങനെ പിന്നീട് അവർ കോളേജിൽ പോയി. അപ്പം എങ്ങനെ മോളെ നിൻ്റെ മക്കളെങ്ങനെ പഠിക്കുന്നുണ്ടോ? നന്നായിരിക്കും. എൻ്റെ മക്കൾ ആ സ്കൂളിലെ ഏറ്റവും നല്ല സ്റ്റുഡൻസാണ്, ആ സ്കൂളിലെ ഏറ്റവും നല്ല സ്റ്റുഡൻസാണെന്ന് ആ പേരൻസ് തന്നെ ഞങ്ങൾ കംപ്ലയിൻറ്റ് അത്രത്തോളം ഇവിടെ ഇങ്ങനെ ഒരു ഇതായിരുന്നിട്ട് പോലും പരാതിയായിട്ട് ഞങ്ങൾ കണ്ടിടം ഇന്നൊരിടത്ത് പോയപ്പോൾ അവർ മെച്ചപ്പെട്ടവരാകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡിസിപ്ലിൻ എന്താകണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ വേറൊരു ഉദാഹരണം, ഇവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ബാത്റൂമിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി, പക്ഷെ ആരും പറയുന്നില്ല. പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു എടുത്തു. ആ പയ്യനെ ഇപ്പോൾ കോളേജിലായി. ഞാൻ ചോദിച്ചു, എടാ എങ്ങനെയാണ് നീ കോളേജിൽ ഇവിടെ പോയി അലുക്കുലത്തൊക്കെ കാണിക്കുന്നത്? ഇല്ല അങ്കള്, ഞാൻ അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്. സീ ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും. വെറുതെ കൊടുത്താൽ വിലയുണ്ടാവില്ല എന്ന മനോഭാവത്തിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനെ കാണരുത്. ഈ സമുദായത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പാടുപെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയിട്ടും ഇതിനെ വിലമതിക്കാനോ അതിനെ ഉപയോഗിക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള സങ്കടമാണുള്ളത്. ഇന്ന് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഫെസിലിറ്റീസും ഈ അവസരങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ള സങ്കടമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവിടെ മക്കളെ പഠിപ്പിക്കുന്ന എല്ലാ പേരൻസും അറിയണം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നല്ല ഗുണങ്ങളും സൗകര്യങ്ങളും മറ്റുള്ളവരെ കൂടെ അറിയിച്ച് അവരും വന്ന് അനുഭവിച്ചിട്ട് പോട്ടെന്ന്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഞങ്ങൾ 1500 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബിൽഡിംഗ് ഫെസിലിറ്റീസുമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ മണപ്പുറം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ എത്ര സുന്ദരമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു സാൻഡ് ലാൻഡ് നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുമോ? 5 ഗ്രൗണ്ട് പിള്ളേർ പറയാണ്, വാസ്തവമല്ലേ? ഏതായാലും ഞങ്ങളുടെ സ്കൂളിൽ പിള്ളേരെ ചേർത്ത് പഠിപ്പിക്കുന്ന എല്ലാ പേരൻസിനും നന്ദി പറയുന്നു. ഈ മക്കളെ വിശ്വാസമെടുക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നത് പോലെ നിങ്ങളും അവരെ കരുതലോടെ കാണാമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിനെ എല്ലാറ്റിനു വേണ്ടി അഭിനന്ദിക്കുന്നു. നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിർത്തുന്നു. നന്ദി.